ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈല് മഹാലക്ഷ്മി എന്ന സീരിയലിലെ ആർട്ടിസ്റ്റായ നയന പ്രസാദിനാണ്. ഓൾറെഡി നയനയുടെ ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഇത് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേളി ഹെയർ വെച്ചുള്ള ഒരു സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോ കാണാം. ആദ്യം ഫ്രണ്ട് പാർട്ടിഷൻ എടുത്തിട്ട് ന്യൂഡിൽസ് കേൾ ഉപയോഗിച്ചിട്ട് കേൾ ഇട്ടു. അതിനുശേഷം ഓസിസിൻ്റെ വോളിയം പൗഡർ ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കുറച്ചും കൂടി വോളിയം തോന്നിക്കാനായിട്ട്. അതിനുശേഷം ബാക്ക് കോംബ് ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്തു. ഫ്രണ്ടിൽ മാത്രമേ ന്യൂഡിൽസ് കേൾ ഉപയോഗിച്ചുള്ളൂ. ബാക്കിൽ ഞങ്ങൾ ട്രിപ്പിൾ ടോൺ ഉപയോഗിച്ചുള്ള കേളാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം പാർട്ടീഷൻ ഏത് സൈഡിലോട്ട് വേണം എന്നുള്ളത് നോക്കി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഭംഗിയായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ സൈഡ് പാർട്ടീഷനൊക്കെ ചെയ്തു. പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഇടാനായിട്ട് ഞാൻ മറന്നുപോയി. പിന്നെ രണ്ടാമത് റൈറ്റ് സൈഡിൽ പിന്നെയും ഒന്നും കൂടി കുറച്ച് ഹെയറൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് സ്ലൈഡ് ചെയ്തു. പിന്നെ നയനയുടെ കോസ്റ്റ്യൂം നല്ല കോസ്റ്റ്യൂമായിരുന്നു. വെറൈറ്റി കളറായിരുന്നു ബ്ലൗസിൻ്റേത്. ഞാൻ ഇത് ചെയ്യുമ്പോഴേക്കും നയന ഓർണമെൻറ്റ്സൊക്കെ കമ്മൽ മാത്രമേ ഇടണുണ്ടായിരുന്നുള്ളൂ. പിന്നെ മഹാലക്ഷ്മിയിൽ കൂടെ അഭിനയിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഞങ്ങൾ ലൂസ് ഹെയർ ഇടാൻ എന്തായാലും ചെയ്തില്ല. കാരണം ലൂസ് ഹെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്ത് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ കേളി ചെയ്ത് വരുമ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ച് പൂ വെക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹെയറൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റ് സൈഡിലെ ഹെയർ ആയിരുന്നു. ഞാൻ കുറച്ച് ഫ്രണ്ടിൽ കേളി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഒന്നുകൂടി അഴിച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ആൾ കമ്മലൊക്കെ ഇട്ട് റെഡിയായി. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹെയർ പിന്നിടണോ അതോ ലോ ബൺ ചെയ്യണം, അങ്ങനെയുള്ളൊരു പ്ലാനായിരുന്നു. ലോ ബൺ എന്തായാലും മിക്കവരും ഈ കോസ്റ്റ്യൂമിന് എന്തായാലും ചെയ്യും. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഹെയർ ചെയ്ത് നോക്കി. അപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് ഇട്ടപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാനവിടെ ബാൻഡ് ചെയ്തെങ്കിലും എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. പിന്നെ ഞാനത് ഒരു ചെറിയ ഹെയർ എടുത്തിട്ട് ബാൻഡ് ഇട്ടിട്ട് കുറച്ചുകൂടി തിക്ക് തോന്നിക്കുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നയന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ ലൈവ് പോകണുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ ഈ ഹെയറൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ലൈവിൽ അതിനും മെസ്സേജിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ന്യൂഡിൽസുകളൊക്കെ കൊടുത്തപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ വരും, എന്താവും എന്നുള്ളത് ഒരു പിടിയില്ലാത്ത പോലെയായിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു ഇത് ചെയ്തു വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. നയനയും പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. കാരണം എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മുല്ലപ്പൂവാണ് വെക്കേണ്ടത്. ദേ കണ്ട, ഇത്രേ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മുല്ലപ്പൂ എടുത്തിട്ട് ആദ്യം എൻ്റെ ഭാഗത്താണ് ഞാൻ കുറച്ച് മുല്ലപ്പൂ വെച്ച് കൊടുത്തത്. അതിനുശേഷം നമ്മൾ സാധാരണ മുല്ലപ്പൂ വെക്കുന്ന പോലെ താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതേ വീണ്ടും ആ സീരിയലിലെ ആർട്ടിസ്റ്റുകൾ വന്ന് നോക്കുകയാണ്. മീനാക്ഷിയുടെ വേറൊരു വെറൈറ്റി ആയി. കാരണം ആളുടെ ഫുൾ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഈ ഹെയർ സ്റ്റൈല് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. രണ്ടാമതൊരു മുല്ലപ്പൂ ഞാൻ ഈ സ്റ്റൈലാണ് ഞാൻ വെച്ച് കൊടുത്തത്. അതിനിടയ്ക്ക് നമ്മൾ പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊട്ടൊന്നും കുത്തിയിട്ടുണ്ടായില്ല. അങ്ങനെ പൊട്ടൊക്കെ കുത്തിയപ്പോൾ കുറച്ചുകൂടി സുന്ദരിയായി. അങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തു. ഹെയർ സ്റ്റൈൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നയനയ്ക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.